2026 CGL-ന് ഞാൻ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ കുറച്ച് സമയം മാത്രമേ ഇനി നമ്മുടെ മുന്നിലേക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് ഞാൻ ഒരു CGL പരീക്ഷ പഠിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? അതിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ആരൊക്കെയാണ് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുള്ളത്? ആ ഒരു അനാലിസിസ് ഞാൻ വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു മെയ് അവസാനം ആണ് നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് വിചാരിക്കുക. ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസാണ് ഞാൻ പറയുന്നത്. മെയ് അവസാനം നോട്ടിഫിക്കേഷൻ വന്നു എന്ന് നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടയർ 1 എക്സാമിനേഷൻ എന്തായാലും നടക്കാൻ പോകുന്നത് എപ്പോഴായിരിക്കും? സെപ്റ്റംബറിലായിരിക്കും എന്തായാലും ടയർ 1 എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത്. ഇനി ഇതിന്റെ ടയർ 2 എക്സാമിനേഷൻ എപ്പോഴായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്? ഒരു ഡിസംബർ അല്ലെങ്കിൽ നവംബർ ലാസ്റ്റ് ആ ഒരു ടൈമിലേക്ക് എന്തായാലും ടയർ 2 എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുള്ളൂ. അത്രയും കാര്യം നമുക്ക് എന്തായാലും ഉറപ്പാണ്. ആസ് ഓഫ് നൗ നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് തന്നെ. കറക്റ്റ് അല്ലേ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കുക. മെയ്യിൽ ഞാൻ എൻ്റെ പഠനം ആരംഭിക്കുന്നത്, അതായത് ഇന്നിപ്പോൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്ന മൊമെന്റിൽ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ പഠനം ആരംഭിച്ച് കഴിഞ്ഞാൽ എനിക്ക് ടയർ 1 ക്രാക്ക് ചെയ്യാൻ മിനിമം എത്ര മാസം സമയം കിട്ടും? ഒരു 3 മാസം സമയം കിട്ടൂലേ? അല്ലേ? ഒരു 3 മാസം സമയം കിട്ടില്ല. അടിപൊളിയായിട്ട് എനിക്ക് ടയർ 1 ക്രാക്ക് ചെയ്തൂടെ? ഇനി ഇത് ടയർ 1ന്റെ സിലബസിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ മാത്രമല്ലേ എനിക്ക് ടയർ 2ലേക്ക് വേണ്ടി പഠിക്കാനുള്ളൂ. ആകെ മൊത്തം എത്ര സമയം നമ്മുടെ മുന്നിലുണ്ട്? 6 മാസത്തിലധികം സമയം നമ്മുടെ മുന്നിൽ കിട്ടുന്നില്ലേ? ഇത് പോരെ? പറ്റും. സോ CGL പരീക്ഷ ഇപ്പോഴും നിങ്ങൾ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ടയർ 1 പരീക്ഷ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ടയർ 2നെ കുറിച്ച് ചിന്തിക്കുക. കാരണം ടയർ 1ന്റെ ഓൾമോസ്റ്റ് അഡ്വാൻസ് ലെവൽ തന്നെയാണ് ടയർ 2ലും വരുന്ന സിലബസ് അല്ലേ? ഇപ്പൊ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. സബ്ജക്ട്സ് നോക്കി കഴിയുമ്പോൾ ടയർ 1ലെ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, ഇതൊക്കെ തന്നെയല്ലേ ടയർ 2ലും വരുന്നത്. ഇതിനോടൊപ്പം കുറച്ച് കമ്പ്യൂട്ടർ വരുന്നുണ്ട്, പിന്നെ സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് എക്സ്ട്രാ ടയർ 2ൽ വരുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യാടാ? ടയർ 1 എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. അതിന് ഈ സമയം ലാവിഷാണ്. കൃത്യമായിട്ട് ഒരു ദിവസം ഒരു 5-6 മണിക്കൂർ ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ടയർ 1 പാസ്സാവും. നിങ്ങൾ പാസ്സായ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ആരോട് വേണമെങ്കിലും ചോദിച്ചു, ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വലിച്ചു വാരി പഠിക്കാനായിട്ട് നിൽക്കരുത്. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷിലുള്ള ടോപ്പിക്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ഒക്കെ പിക്ക് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ടയർ 1 ക്രാക്ക് ചെയ്യാൻ എന്താണോ വേണ്ടത് അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് ടയർ 1ലെ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അത് ടയർ 2നെയും കൂടി ചേർത്തായിരിക്കും ഇപ്പോൾ നമ്മളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു അഡ്വാൻസ് ലെവലിൽ നിങ്ങൾ ആ ടയർ 1ന്റെ സിലബസ് ക്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒരു 60% ടയർ 2 ഓട്ടോമാറ്റിക്കലി ഒരു 3 months കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷമുള്ള 3 മാസം നിങ്ങൾ മാക്സിമം പ്രാക്ടീസും മോക്ക് ടെസ്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റിനും ഒക്കെ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് ഈ CGL എന്ന് പറഞ്ഞ പരിപാടി നമുക്ക് വൈൻഡപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നിങ്ങൾ ചിന്തിക്കാനായിട്ടും ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടി വേണം നിങ്ങൾ എന്തായാലും പഠിക്കാനായിട്ടും. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾക്കൊരു 2-3 മാസം കൊണ്ട് ടയർ 1 പരീക്ഷ ക്രാക്ക് ചെയ്യാനും അതിനുശേഷം നിങ്ങൾക്ക് ടയർ 2ന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ബാച്ചാണ് SSCയുടെ CGLന്റെ വീര ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വീര ബാച്ചിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സ് രീതിക്കായിരിക്കുള്ളൂ ടയർ 1 നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മാക്സിമം പ്രയോറിറ്റി ടോപ്പിക്സ് മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിന്റെ ക്ലാസ്സസ് ആണ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ടയർ 1 ക്രാക്ക് ചെയ്യണം. ആ ഒരു രീതിക്കാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിനുശേഷം ഉള്ള സമയത്തായിരിക്കും നിങ്ങൾക്ക് ബാക്കി വരുന്ന ടയർ 2ന്റെ സിലബസും ക്ലാസ്സുകളൊക്കെ ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് പഠിച്ചുകൊണ്ട് ഒരു 6 മാസത്തിൽ നമുക്ക് ഈ ഒരു CGL എന്ന് പറഞ്ഞ പരിപാടി ക്ലോസ് ചെയ്തിട്ട് അടുത്ത വർഷം ആകുമ്പോഴേക്കും ഒരു കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് എത്താൻ തക്ക രീതിയിലാണ് ഈ ഒരു CGLന്റെ ക്രാഷ് ബാച്ച് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു SSCയുടെ CGL പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ, അല്ലെങ്കിൽ ക്രാഷ് ബാച്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെന്റർഷിപ്പോ കാര്യങ്ങളോ വേണോ, താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അതല്ല ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്നാണെങ്കിൽ 8281223366 എന്ന് പറയുന്ന നമ്മുടെ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ എന്ത് മനസ്സിലാക്കിയിരിക്കുക, ഇതൊരു അടിപൊളി അവസരം ഇപ്പോഴും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. CGL പരീക്ഷയുടെ പോസ്റ്റിന്റെ പ്രിവിലേജിനെ കുറിച്ചോ അതല്ലെങ്കിൽ അത് ഒഴുക്കുന്ന അവസരങ്ങളെ കുറിച്ചോ ഒന്നും ഞാൻ ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അനവധി അവസരങ്ങളാണുള്ളത്. ഇപ്പൊ നിലവിൽ കഴിഞ്ഞ ദിവസം തന്നെ RTIയുടെ ഒരു റിപ്ലൈയുടെ ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഔദ്യോഗികം അല്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കുന്നത് ആവശ്യത്തിലധികം വേക്കൻസീസ് ഈ വർഷം നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ വേക്കൻസീസിന്റെ കാര്യത്തിൽ നമുക്ക് കുറവില്ല. പിന്നെ ഈ വർഷം നമുക്ക് ഗസറ്റഡ് ഓഫീസർ ആയിട്ടുള്ള അസിസ്റ്റന്റ് ഓഡിറ്റർ ഓഫീസിലേക്കുള്ള പോസ്റ്റ് കൂടി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൂടി ആയിക്കഴിഞ്ഞാൽ CGL നല്ല സംതൃപ്തിയായി. കാരണം എല്ലാം കൊണ്ടും തികഞ്ഞൊരു പരീക്ഷയായിരിക്കും ഈ വർഷം നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോട്ടിഫിക്കേഷൻ എന്ന് വരും അല്ലെങ്കിൽ വന്നിട്ട് ഞാൻ പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞിരിക്കരുത്. പഠനം ഇപ്പോഴേ ആരംഭിക്കണം. എത്ര നേരത്തെ പഠിച്ചു തുടങ്ങുന്നു അതല്ലേ നല്ലത്. നമ്മളൊരു നല്ല കാര്യം ചെയ്യാനായിട്ട് എന്തിനാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത്? നമുക്ക് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അറ്റ് ദി ഏർലിയസ്റ്റ് പഠിച്ചു തുടങ്ങാം. ഇനി ഇതുവരെ ഞാൻ ഉഴപ്പി നടന്നോ, പോട്ടെ, ഇനിയെങ്കിലും ഉള്ള സമയം കൃത്യമായിട്ട് വിനിയോഗിച്ച ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റില്ലേ? ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി പഠിക്കുക. അങ്ങനെ പഠിക്കുന്നവർ മാത്രമേ ജയിക്കുള്ളൂ. അതല്ലാതെ ഞാൻ എൻ്റെ എല്ലാ പണികളും, എൻ്റെ എല്ലാ പ്രാരാബ്ദങ്ങളും, എല്ലാ ഉഴപ്പുകളും അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് അവസാനം ഞാൻ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഞാൻ പഠിച്ച് മറിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. നമ്മൾ പഠിക്കണമെന്ന് ഏത് മൊമെന്റ് തീരുമാനിക്കുന്നോ ആ ഒരു മൊമെന്റിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ, നിങ്ങൾ ജയിക്കും. അങ്ങനെയുള്ളവരെ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും CGL പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ വരുന്ന ദിവസം നമ്മൾ ചാനലിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കൂടാതെ ഈ നോട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ നേരെ ടെലിഗ്രാം ചാനലും ഒന്ന് ജോയിൻ ചെയ്തോ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.